ദേശീയപാത 6 വരി നിർമ്മാണം പൂർത്തിയായ തലപ്പാടി ചെങ്കള ഒന്നാം റീച്ച് ദേശീയപാത അതോറിറ്റി ഏറ്റെടുത്തു. ദേശീയപാത 66-ൽ നിർമ്മാണം പൂർത്തിയാകുന്ന ആദ്യ റീച്ചാണിത്. ദേശീയപാത 66-ൽ നിർമ്മാണം പൂർത്തിയായ ആദ്യ റീച്ചായ തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള 39 കിലോമീറ്റർ ദേശീയപാത അതോറിറ്റി ഏറ്റെടുക്കുമ്പോൾ അത് സഹകരണ മേഖലയുടെ കയ്യൊപ്പായി മാറുകയാണ്. നിർമ്മാണ കരാറുകാരായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി 2021 ഡിസംബറിലാണ് പ്രവൃത്തി ആരംഭിച്ചത്. നീണ്ടുനിന്ന മഴക്കാലവും ഡിസൈനിങ്ങിലെ മാറ്റങ്ങളും ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ മറികടന്നാണ് അതിവേഗത്തിൽ ഊരാളുങ്കൽ പ്രവൃത്തി പൂർത്തിയാക്കിയത്. ദേശീയപാത വികസന അതോറിറ്റി നിശ്ചയിച്ച സമയപരിധിയായ 2025 ജൂൺ 30-നകം 99% പ്രവൃത്തിയും ഊരാളുങ്കൽ പൂർത്തിയാക്കി. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരവും വീതിയുമുള്ള ബോക്സ് ഗർഡർ മാതൃകയിലുള്ള ഒറ്റത്തൂൺ മേൽപ്പാലമാണ് ഈ റീച്ചിലെ ഏറ്റവും വലിയ ആകർഷണം. കാസർഗോഡ് നഗരത്തെ ചുറ്റിയുള്ള പാലത്തിന് 27 മീറ്റർ വീതിയും 1.12 കിലോമീറ്റർ നീളവുമുണ്ട്. 30 ഒറ്റത്തൂണുകളിലാണ് പാലം പണിതത്. ഉപ്പള, ഷിറിയ, കുമ്പള, മൊഗ്രാൽ എന്നിവിടങ്ങളിലായി 4 വലിയ പാലങ്ങളും 4 ചെറുപാലങ്ങളും ഈ റീച്ചിൽ ഉൾപ്പെടുന്നു. 9 അടിപ്പാതകൾ, 3 മേൽനടപ്പാലങ്ങൾ, 81 ബോക്സ് കൽവർട്ടുകൾ എന്നിവയും ഇതിലുണ്ട്. ഇരുഭാഗത്തും 35 കിലോമീറ്റർ വീതം 70 കിലോമീറ്ററിലാണ് സർവീസ് റോഡ്. 78 കിലോമീറ്റർ ഓവുചാലും നിർമ്മിച്ചു. 60 കിലോമീറ്ററിൽ സംരക്ഷണ ഭിത്തിയുണ്ട്. 22 അടിപ്പാതകളുണ്ട്. വൻകിട കുത്തക കമ്പനികളോട് മത്സരിച്ചാണ് ദേശീയപാതയിലെ ആദ്യ റീച്ച് കരാർ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി നേടിയെടുത്തത്. അദാനി, മേഘ, KNR, KMC തുടങ്ങിയ കമ്പനികൾ നിർമ്മാണം ഇപ്പോഴും തുടരുന്നതിനിടയിലാണ് വളരെ മുമ്പ് പ്രവൃത്തികളെല്ലാം പൂർത്തിയാക്കി ഊരാളുങ്കൽ ദേശീയപാത അതോറിറ്റിക്ക് പാത കൈമാറിയത്. കേരളത്തിന്റെ അഭിമാനമായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ശതാബ്ദി വർഷത്തിലാണ് 1800 കോടി രൂപ അടങ്കലുള്ള ഏറ്റവും വലിയ പദ്ധതി ലോകോത്തര നിലവാരത്തിൽ പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കുന്നത്. UDF ഭരണകാലത്ത് സ്ഥലമേറ്റെടുപ്പ് പോലും പൂർത്തിയാക്കാൻ കഴിയാതെ ഓഫീസ് അടച്ച് ദേശീയപാത അതോറിറ്റി മടങ്ങിയിരുന്നു. LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സംസ്ഥാന സർക്കാർ 25% തുക നൽകി സ്ഥലമേറ്റെടുപ്പ് ഉൾപ്പെടെ പൂർത്തിയാക്കി നടത്തിയ ഇടപെടലാണ് ദേശീയപാത 6 വരിപ്പാത യാഥാർത്ഥ്യമാക്കിയത്. സിജു കണ്ണൻ, കൈരളി ന്യൂസ്, കാസർഗോഡ്.